ഒരർത്ഥത്തിൽ 10 വർഷത്തിന് ശേഷം CM-ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഓഡിറ്റിന് നിങ്ങൾ തയ്യാറാകൂ, ഞങ്ങൾ തയ്യാറാണെന്ന് പറയാനാണോ? ഒരു വെല്ലുവിളി പോലെ, അതായത് കോൺട്രാക്ടർമാരുടെ കമ്മീഷൻ ഇല്ലാത്ത സർക്കാരാണിത്. അതെ അതെ അത് 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 ഞങ്ങൾക്ക് മാത്രമല്ലേ പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയുമല്ലോ. കാരണം ഞങ്ങളുടെ കൈകൾ എപ്പോഴും ശുദ്ധാണല്ലോ, ഒരു കറയും പേർലുന്നില്ലല്ലോ. അതാണല്ലോ ഞങ്ങളെ പ്രത്യേകത. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഈ പലതും പറഞ്ഞ് ആക്ഷേപിക്കാൻ പുറപ്പെട്ടവർ ഞങ്ങളെ മേലെ കൈവെക്കാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും പിണറായി വിജയൻ CM കേരളക്കെതിരെ ഒരു കേസ് CBIക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാം, അല്ല EDക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഏതെങ്കിലും ഒരു കേസിലൂടെ ഇവർക്ക് എടുത്തൂടെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ശക്തമായി അടി കിട്ടിയല്ലോ. ആ അടി BJPയുടെ മുഖത്തേറ്റ അടി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മുഖത്തു കൂടി ഏറ്റ അടിയാണ്. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി അന്ന് കൊടുത്തത്. എന്നിട്ട് പോലും അവരൊരു പാഠം പഠിക്കുന്നില്ല, അവരതേ വഴിക്ക് നീങ്ങുകയാണ്. ഈ BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ദുർബലമാക്കുക എന്നുള്ള അവരുടെ അജണ്ട പിന്നെയും തുറന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയുമായി ഇനി ദേശീയ തലത്തിൽ മോദിയെ എതിർക്കാൻ വേണ്ടി ഒരു സഖ്യം CPM-ന് സാധ്യമാണോ? ഇതേപോലെ സംസ്ഥാനങ്ങളിൽ വന്ന് BJPക്കെതിരെ പോരാടുന്നവരെ ദുർബലപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുമായി. അല്ല, അത് അവരുടെ ഒരു ദൗർബല്യം. പക്ഷേ നമ്മുടെ ആ ദൗർബല്യത്തിൻ്റെ ഭാഗമായി BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. ആ BJPയെ പരാജയപ്പെടുത്തുക എന്നത് പ്രധാനമാണല്ലോ. അപ്പോൾ ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതുമായി സഹകരിക്കാൻ തയ്യാറായാൽ അവർക്ക് ദൗർബല്യം പറ്റിയതാണെങ്കിലും അത് സാരമില്ലാത്ത നിലപാട് ഞങ്ങളെടുക്കും. മറ്റാരുണ്ട് LDF അല്ലാതെ?